നമസ്കാരം സുഹൃത്തുക്കളെ, ഡീപ് വർക്ക് PSCയിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ പഠനം ആരംഭിക്കുകയാണ്. LDC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് നമ്മൾ ആദ്യം തന്നെ ആരംഭിക്കുന്നത്. 2027 വരാനിരിക്കുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ എന്തിനാണ് തയ്യാറെടുക്കുന്നത് എന്ന് കരുതിയാൽ പലരും ചിലപ്പോൾ പഠനം നിർത്തിവെച്ച് കാത്തിരിക്കുകയായിരിക്കും. ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തുടങ്ങാം എന്ന് കരുതി. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ടത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാം എന്ന് കരുതിയാൽ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ സിലബസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരത്തെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കി തയ്യാറാക്കിയിരിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷന് ശേഷം കിട്ടുന്ന 3-4 മാസം കൊണ്ട് നമുക്ക് റിവിഷനും മോക്ക് ടെസ്റ്റുകളും എഴുതി എക്സാമിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് തയ്യാറായിരിക്കാം. അപ്പം ഇന്ന് മുതൽ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ ഏത് ഒരു LDC പരീക്ഷ എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയയാണ് ജ്ഞാനപീഠം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ജ്ഞാനപീഠത്തിലെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ്. 1965 ജ്ഞാനപീഠ പുരസ്കാരം ആരംഭിച്ചത്. ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠ ട്രസ്റ്റിൻ്റെ സ്ഥാപകൻ ശാന്തി പ്രസാദ് ജെയിൻ ആണ്. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് മലയാളിയായ G. ശങ്കരക്കുറുപ്പിനാണ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമതായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് താരാശങ്കർ ബാനർജി. ഗണദേവത എന്ന കൃതിക്കാണ് താരാശങ്കർ ബാനർജിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ വനിത ആശാപൂർണ ദേവി. 1976 പ്രഥമ പ്രദശ്രുതി. ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ: G. ശങ്കരക്കുറുപ്പ് 1965, SK പൊറ്റക്കാട് 1980 ഒരു ദേശത്തിൻ്റെ കഥ, തകഴി ശിവശങ്കരപ്പിള്ള 1984, MT വാസുദേവൻ നായർ 1995, ONV കുറുപ്പ് 2007, അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. 1984 ശേഷം സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കൃതി ആർക്കും തന്നെ എടുത്തു പറയാനുണ്ടാവില്ല. മലയാളികൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ വർഷങ്ങളും കൃതികളും എല്ലാം ഓർത്ത് വെക്കേണ്ടതാണ്. എവിടെയെങ്കിലും ചോദിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട, ചോദിക്കാൻ സാധ്യതയുള്ള 3 വർഷങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ് ആണ്. 2023, 24, 25. 2023 എത്രാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് നൽകിയത്? 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് 2023 നൽകിയത്. 2 പേർക്കാണ് ഈ വർഷം നൽകിയിരിക്കുന്നത്. ജഗദ്ഗുരു രാംഭദ്രാചാര്യ, ഗുൽസാർ, ഇവർ 2 പേരാണ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം പങ്കിട്ടെടുത്തിരിക്കുന്നത്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 വിനോദ് കുമാർ ശുക്ല. ഏറ്റവും പുതിയതും 2025 നൽകിയിരിക്കുന്ന ജ്ഞാനപീഠ പുരസ്കാരം 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. വരാനിരിക്കുന്ന പരീക്ഷയിൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. വൈരമുത്തുവിനാണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരിക്കുന്നത്. പ്രത്യേകതയുണ്ട്, 60ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ്. അദ്ദേഹം ഒരു തമിഴ് കവിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജ്ഞാനപീഠത്തെക്കുറിച്ച് സിമ്പിളായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയേക്കാം. ഈ വർഷങ്ങൾ കൂടി പഠിക്കുകയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തെറ്റുകൂടാതെ ഒരു മാർക്ക് ഇതിനു വേണ്ടി പഠിക്കേണ്ടതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നന്ദി.